യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഡോക്ടർമാർക്ക് ശരിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങള് പലതും സാധാരണക്കാരന് അത്ഭുതവും കൗതുകവും ഒക്കെ ഉള്ളതായിരിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ നമ്മുടെ ചികിത്സാനുഭവങ്ങൾ, പ്രത്യേകിച്ചും ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പലരും വളരെയധികം താല്പര്യത്തോടെ അത് കേട്ടു. താല്പര്യത്തോടെ കേട്ടു എന്ന് മാത്രമല്ല, ഒരു കഥ കേൾക്കുന്ന ഉദ്വേഗജനകമായ രീതിയിലേക്കൊക്കെയാണ് ഇത് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കുറച്ചൊക്കെ ഞാനത് ഫേസ്ബുക്കിലൊക്കെ എഴുതിയപ്പോൾ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. ആ ഒരു ഘട്ടത്തിലാണ് എന്നാ പിന്നെ ഇതൊരു പുസ്തകം തന്നെ ആക്കിക്കൂടെ എന്നുള്ളൊരു ചിന്ത വന്നത്. അതിൽ നിന്നാണ് ആയുസിന്റെ അവകാശികൾ പിറവിയെടുക്കുന്നതെന്ന് പറയാം. ഈ പുസ്തകം ഒരു പ്രധാനപ്പെട്ട പ്രസാധകരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് ഒരുപാട് കടമ്പകളുണ്ട്. അങ്ങനെ മാതൃഭൂമി പബ്ലിഷേഴ്സിനെ അപ്രോച്ച് ചെയ്തപ്പോൾ തുടക്കത്തില് അവരുടെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ അപ്രൂവലൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷെ കാത്തിരുന്നെങ്കിലും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സായ മാതൃഭൂമി തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വന്നു. അതാണ് ആയുസിന്റെ അവകാശികളുടെ ഒരു പിറവി എന്ന് പറയാം. ഇതില് ചില കഥകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ ജീവൻ മരണം എന്ന രണ്ട് നേർരേഖ വളരെ വളരെ നേർത്തു പോകുന്നതാണെന്നും ഒരു അണുവ്യത്യാസത്തില് ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകാമെന്നും നമുക്ക് മനസ്സിലാവും. ചില സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ധൈര്യം അത് എങ്ങനെ വന്നു എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എടുത്ത തീരുമാനങ്ങളുടെ പുറത്ത് ഒരാൾ രക്ഷപ്പെടുമ്പോൾ അത് നമ്മളെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കും. നമുക്ക് പരിചയമുള്ള ആൾക്കാർ പോലും ഇതിലെ കഥാപാത്രങ്ങളാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവും, എനിക്ക് പരിചയമുള്ളവർ മാത്രമേ ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ളൂ. കാരണം അവരെല്ലാവരും തന്നെ എൻ്റെ മുന്നിൽ വന്ന രോഗികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആണ്. പലപ്പോഴും ഒരു കഥ എഴുതാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അനുഭവം എഴുതാൻ, അത് മനസ്സിലിങ്ങനെ നമ്മൾ എഴുതണം എന്നുള്ള ഒരു ത്വര വരുമ്പോഴാണ് എഴുത്ത് വരുന്നത്. ചിലത് എഴുതണമെന്ന് വിചാരിച്ചാലും എഴുത്ത് വന്നോളണമെന്നില്ല. അപ്പൊ ഈ കഥ എഴുതി തുടങ്ങുമ്പോൾ അതിന് ചിലപ്പോൾ തലക്കെട്ടുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൽ നിന്നൊരു പേര് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് നമ്മുടെ അനസ്തീഷ്യ അനുഭവങ്ങൾ, തിയേറ്ററിലെ അനുഭവങ്ങൾ, ആശുപത്രി അനുഭവങ്ങൾ ഇതൊക്കെ പങ്കുവെച്ചപ്പോൾ പലപ്പോഴും പേഷ്യൻസ് രക്ഷപ്പെട്ട കഥ കേൾക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് ആയുസിന്റെ ബലം തന്നെയാണ്. അപ്പോൾ ആയുസിന്റെ ബലം ആ രോഗിക്ക് കിട്ടുന്നത് ഒരുപാട് ആൾക്കാരുടെ ഒരു ഏകോപിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പം സർജൻസ് ഉണ്ട്, അനസ്തീഷ്യ ഡോക്ടർമാരുണ്ട്, നേഴ്സുമാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുടെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു ഓപ്പറേഷൻ വിജയിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്പറേഷൻ വിജയിക്കുമ്പോഴാണ് രോഗിക്ക് ജീവനും ജീവിതവും തിരിച്ചു കിട്ടുന്നത്. ആ ചിന്തയിൽ നിന്നാണ് ആയുസിന്റെ അവകാശികൾ എന്ന പേരിലേക്ക് വന്നത്. ഇതിലെ ഓരോ അനുഭവങ്ങളും, പ്രത്യേകിച്ചും ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെ അന്ന് നടന്ന ഓപ്പറേഷനെ കുറിച്ചൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള നമ്മുടെ അടുത്ത ബന്ധുക്കള്, അടുത്ത സുഹൃത്തുക്കള്, അപ്പൊ ഇവർ ഈ കഥ കേൾക്കാൻ ഇവരെ ഒരു ആവേശം, കഥ കേട്ട് കഴിയുമ്പോൾ അവരുടെ കണ്ണുകളിലെ ഒരു അത്ഭുതം, ഇതൊക്കെ യഥാർത്ഥത്തിൽ എനിക്കൊരു എഴുതാനുള്ളൊരു ഊർജമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ആ കോവിഡ് കാലമൊക്കെ വന്നപ്പോൾ ഇത് എഴുതി പ്രസിദ്ധപ്പെടുത്താൻ നമ്മൾ ഫേസ്ബുക്ക് ഒരുപാട് ഉപയോഗിച്ചു.
അപ്പൊ ആദ്യത്തെ ആ കൊറോണ കാലത്തെ ഒരു മുടിവെട്ടുകാരനെ ഉള്ള ഒരു കാത്തിരിപ്പ്, അന്ന് മുടിവെട്ടൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും, മുടിവെട്ടൊക്കെ നിരോധിച്ചൊരു സമയമായിരുന്നു അത്. കാരണം കൊറോണ വൈറസ് പടരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ബാർബർ ഷോപ്പുകളൊക്കെ അടച്ചുപൂട്ടിയ സമയത്ത് ഈ മുടി വളർന്നു വരുന്ന നമ്മുടെ ആത്മവിശ്വാസത്തിനെ ഇല്ലാതെയാക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പൊ അങ്ങനെ ഒരു മുടിവെട്ടുകാരനെ വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതൊരു കഥയായിട്ട് ഞാൻ എഴുതി. അത് വായിച്ചപ്പോൾ ആൾക്കാർക്ക് അതിന്റെ കൗതുകവും, പക്ഷെ ഇനി എനിക്ക് തോന്നുന്നു കുറെ കാലം കഴിയുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് പോലും ആൾക്കാർക്ക് സംശയം ഉണ്ടാകുമ്പോൾ ഇത്തരം കഥകളൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറും. അങ്ങനെ എഴുതിയ കഥയിൽ നിന്ന് പിന്നെ മറ്റ് അനുഭവങ്ങൾ കൂടി ചേർത്ത് വെച്ച് ഒരു പുസ്തകമായി മാറി. കഴിഞ്ഞ ഒരു 20 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ അനസ്തീഷ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഡോക്ടറാണ്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തും ആശുപത്രിക്കകത്തും ICUയിലും അല്ലാതെ നമുക്കുണ്ടാവുന്നുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചപ്പോഴാണ് ഈ ഒരു പുസ്തകം രൂപപ്പെട്ടത്. ചില അനുഭവങ്ങൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ്. അതൊരു കഥയില് സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ സംശയിച്ച കാര്യങ്ങൾ പോലും യഥാർത്ഥ ജീവിതത്തിൽ അതിനപ്പുറവും സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പുസ്തകത്തിലുള്ളത്. എഴുത്ത് പണ്ടേ എനിക്കുള്ളൊരു ശീലമാണെന്ന് പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് മാഗസിൻ എഡിറ്റർ ആയിരുന്നു. അന്ന് ഇറക്കിയ മാഗസിൻ, ഒരുപക്ഷെ ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നത് ആ മാഗസിൻ എഡിറ്റർ എന്ന പേരിൽ കൂടിയാണ്. അഡോണിസിന്റെ എഡിറ്റർ മുരളി എന്ന പേരിലാണ് എൻ്റെ സുഹൃത്തുക്കളുടെ ഞാൻ കൂടുതൽ അറിയപ്പെടുന്നത്. അത് ഏറ്റവും മികച്ച കോളേജ് മാഗസിനുള്ള അവാർഡുകൾ, വൈക്കം മുഹമ്മദ് ബഷീർ ഫൗണ്ടേഷൻ അവാർഡ്, മലയാള മനോരമയുടെ അവാർഡ്, ബാങ്ക് മെൻസ് ക്ലബിന്റെ അവാർഡ്, ഇതൊക്കെ കിട്ടിയപ്പോൾ ആ എഴുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് പിന്നെയുള്ള എഴുത്തുകൾ. പക്ഷെ അതിനേക്കാൾ ഉപരി പുതിയ പുതിയ അനുഭവങ്ങള് നമ്മുടെ മനസ്സിൽ കിടന്നിങ്ങനെ എഴുതാനുള്ള ഒരു അതിന് പറയാ, നമ്മളങ്ങനെ എഴുതിയേ മതിയാവുന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ശരിക്കും എഴുത്ത് വരുന്നത്. അങ്ങനെ വന്നു തന്നെയാണ് ഈ എഴുത്തുകളൊക്കെ. എഴുതാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സമയം നിർവചിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എപ്പോഴാണ് എഴുതാൻ തോന്നുക, എഴുതണം എന്നുള്ളൊരു ഒരു സംഘർഷം പോലെ വരുമ്പോഴാണ് എഴുത്ത് ശരിക്കും വരുന്നത്. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ ശരിക്കും എഴുത്ത് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പുലർച്ചയ്ക്കിരുന്ന് എഴുതിയിട്ടുണ്ട്, ഉറക്കം കിട്ടാതെ ഇരുന്നിട്ട് എഴുതിയതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോയിട്ടുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് എഴുതിയിട്ടുണ്ട്. ഈവൻ എല്ലാവരും പറയും നമ്മള് ഏറ്റവും സമാധാനം കിട്ടുന്നത് ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പോഴാണെന്നാണ്. അവിടെ ഇരുന്നിട്ടും എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പണ്ടത്തെ പോലെ നമ്മള് പേപ്പറും പെൻസിലും പെന്നൊന്നും ഉപയോഗിച്ചിട്ടല്ല എഴുതുന്നത്. ഞാനെല്ലാം എഴുതുന്നത് നമ്മുടെ ഗൂഗിൾ ഡോക്സിൽ. അപ്പോ മൊബൈലിൽ തന്നെ നമുക്ക് വിരൽ കൊണ്ട് എഴുതി പോവാം. മലയാളം ഫോണ്ടിൽ തന്നെ എഴുതി പോകുന്നു. അപ്പൊ അതുകൊണ്ട് സ്ഥലം, സമയം, സന്ദർഭം ഇതൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. അത് പറയാൻ പറ്റില്ല. കാരണം ഒരു പുസ്തകം എന്ന രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എഴുതിയ 20-21 അധ്യായങ്ങൾ, അതിൻ്റെ ഒരു കമ്പൈലേഷനാണ് ഈ ആയുസിന്റെ അവകാശികൾ. എന്നാൽ അതേസമയം ഹെഡിങ് മാത്രം എഴുതി വെച്ചത്, അല്ലെങ്കിൽ 1-2 പാരഗ്രാഫുകൾ മാത്രം എഴുതി വെച്ച് മുഴുമിക്കാത്ത കഥകൾ, ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. കാരണം അത് എഴുതണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ അത് എഴുതണം എന്നുള്ള ഒരു അതിയായ ഒരു ത്വര വന്നാൽ മാത്രമേ എഴുത്തായിട്ട് അത് പരിണമിക്കൂ. അങ്ങനെ അത് പൂർത്തീകരിക്കണമെങ്കിൽ ചിലപ്പോ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു വരും, ചിലപ്പോ 1-2 മണിക്കൂർ കൊണ്ട് എഴുതിയതുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിലുള്ള എൻ്റെ പൂമംഗലത്തെ ആദ്യത്തെ ഡോക്ടർ എന്നൊക്കെ ഉള്ളത് ഞാൻ എഴുതാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. കാരണം അതെന്റെ
കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. കണ്ണൂർ ജില്ലയിലെ പൂമംഗലം എന്ന ഗ്രാമം, അവിടെ ഞാൻ വളർന്നത്, അവിടെ നിന്ന് എങ്ങനെ ഒരു ഡോക്ടറായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു എന്നുള്ളതൊക്കെ അത് ഞാൻ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കൃത്യമായിട്ട് എത്ര കാലഘട്ടം കൊണ്ട് എത്ര സമയം കൊണ്ട് പറയാൻ പറ്റില്ല. എന്നാലും എഴുതിയ ചാപ്റ്ററുകളെല്ലാം കൂടെ ക്രോഡീകരിച്ച് വന്നപ്പോൾ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അതില് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നുള്ളതില് എനിക്ക് അനുഭവപ്പെട്ടത്, ചിലത് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഇതിങ്ങനെ പോരാ എന്നുള്ള തോന്നൽ വരുമ്പോൾ അതവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോഴും മുഴുമിക്കാതെ കിടക്കുന്ന 3-4 ചാപ്റ്ററുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മളങ്ങനെ നിർത്തിവെച്ചിടത്ത് തന്നെ വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്ത് എഴുതാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം എഴുതിയ അതേ ആശയങ്ങളോ അതേ വരികളോ തന്നെയാണ് വരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിൽ പിന്നെ കൂടുതൽ എഡിറ്റിങ്ങോ റീവർക്കുകളോ വരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ അന്ന് സ്കൂളിലെ ടാഗോർ വിദ്യാനികേതൻ, അവിടുത്തെ സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു. തുടർച്ചയായിട്ട് 5 വർഷം സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജ് മാഗസിൻ എഡിറ്റർ ആയിരുന്നു. ഇതിനുശേഷവും ഈ സാഹിത്യവും വായനയും ജീവിതത്തിൽ അകന്നു പോയിട്ടില്ല. പലപ്പോഴും ഡോക്ടർമാർക്ക് സംഭവിക്കുന്ന തിരക്കിന്റെ ഇടയിൽ ഇതൊക്കെ കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്നും മുടങ്ങാത്ത വായനകൾ ഉണ്ടായിരുന്നു. ആ വായനകള് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ പുതിയ കാലത്തെത്തിയപ്പോൾ, നമുക്ക് ഡിജിറ്റൽ യുഗത്തിലേക്ക് എത്തിയപ്പോൾ അത് കുറെ കൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന സാധ്യതകൾ ഉണ്ടായി. ഇപ്പൊ പലപ്പോഴും ഞാൻ കുളിക്കാൻ പോകുമ്പോഴൊക്കെയാണ് മൊബൈലോടെ ഒരു ജനലിന്റെ മേലെ എടുത്തു വെക്കും. അപ്പോൾ ഓഡിയോ ബുക്കുകൾ, പ്രത്യേകിച്ച് മാതൃഭൂമിയിലിരുന്ന കഥകളുടെയൊക്കെ എഴുത്തുകാരൻ തന്നെ ശബ്ദം കൊടുത്തുകൊണ്ടുള്ള ഓഡിയോ ടേപ്പുകൾ ലഭ്യമാണ്. അപ്പൊ അത് എളുപ്പമാണത്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും, കുളിയും നടക്കും, കഥയും കേൾക്കാന്നുള്ള പോലെയാണത്.